ഷോൾഡർ പെയിൻ വരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റൊട്ടേറ്റർ കഫ് ടെൻഡിനോപ്പതി. റൊട്ടേറ്റർ കഫ് മസിലിൽ പ്രധാനമായും 4 മസിലുകളാണുള്ളത്: സുപ്രാസ്പൈനറ്റസ്, ഇൻഫ്രാസ്പൈനറ്റസ്, ടീരീസ് മൈനർ ആൻഡ് സബ്സ്കാപ്പുലാരിസ്. ഈ മസിലുകൾക്ക് ഏതെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടോ, അതെങ്ങനെ നമുക്ക് സ്വയം ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സുപ്രാസ്പൈനറ്റസ് മസിലിനെയാണ്. ഈ മസിലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഷോൾഡർ അബ്ഡക്ഷൻ ആണ്. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൈ ഈ പൊസിഷനിൽ വെച്ചിട്ട് തമ്പ് താഴേക്ക് ആക്കുക, അതിനുശേഷം മുകളിലേക്ക് ഉയർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിം പൊസിഷനിൽ ഓപ്പോസിറ്റ് കൈ ഇതിന് മുകളിൽ വെച്ച് പുഷ് ചെയ്യുമ്പോഴോ നമ്മുടെ ഷോൾഡറിൽ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ സൂപ്രാസ്പൈനേറ്റസ് മസിൽ ഇംപിഞ്ച്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കാം. അടുത്ത മസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇൻഫ്രാസ്പൈനേറ്റസ് ആണ്. ആ മസിലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണലി റൊട്ടേഷൻ ചെയ്യുക എന്നതാണ്. ഈ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ട് റെസിസ്റ്റൻസ് കൊടുത്ത് ചെയ്യുമ്പോഴോ നമ്മുടെ ഷോൾഡറിൽ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഇൻഫ്രാസ്പൈനറ്റസ് ടയർ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ്. അടുത്ത മസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ടീരീസ് മൈനർ ആണ്. അത് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഹോൺ ബ്ലോവർ. കൈ ഈ പൊസിഷനിൽ പിടിക്കുക, ഷോൾഡർ 90 ഡിഗ്രി, എൽബോ 90 ഡിഗ്രി. അതിനുശേഷം കൈ പുറകിലേക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്ത് മൂവ് ചെയ്യുമ്പോഴോ നമ്മുടെ ഷോൾഡറിൽ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ടീരീസ് മൈനർ മസിലിന് ഇഞ്ചുറി ഉണ്ട് എന്ന് കണക്കാക്കാം. അടുത്ത മസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സബ്സ്കാപ്പുലാരിസ് ആണ്. ആ മസിലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്യുക എന്നതാണ്. ഇത് ചെക്ക് ചെയ്യുക, കൈ ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കൈ ഈ മൂവ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ചെയ്യുമ്പോഴോ നമ്മുടെ ഷോൾഡറിൽ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ സബ്സ്കാപ്പുലാരിസ് മസിലിന് ഇഞ്ചുറി ഉണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കുമായി ഷെയർ ചെയ്യുക. ഫിസിയോതെറാപ്പി സംബന്ധമായ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.